അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറച്ച് ചക്കക്കുരു ഞാൻ 2 വിസിലിട്ട് കുക്കറിൽ വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ഒരു 1.5 സവാള വീഡിയോ കാണുന്ന രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും പകുതി ക്യാപ്സിക്കനും ഞാൻ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക്, 2 കൊത്ത് കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി. 2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു പൊടിക്കുമ്പോൾ ഇതുപോലെ തരിതരുന്ന് വേണം പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്പം ചക്കക്കുരു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 5 10 ചക്കക്കുരു ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ചായക്കടി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചെറുതായിട്ട് അരിഞ്ഞാൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവർ കഴിച്ചോളും. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം വെള്ളം ചേർക്കാതെ വേണം ഇത് മിക്സ് ചെയ്യേണ്ടത്. കാര്യം ഉള്ളിയിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമേ നമുക്ക് വരുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമാണ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത്. ചക്കക്കുരു അവിക്കുമ്പോൾ നല്ല വേവിക്കുന്ന രീതിയിൽ അവിച്ചെടുക്കരുത്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ആ ഒരു പാകത്തിന് വേണം അവിച്ചെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സ്നാക്സ് നല്ല അടിപൊളിയായിട്ട് എണ്ണ കുടിക്കാത്ത രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ രീതിയിലാവുമ്പോൾ ഷേപ്പെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണോ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ബാക്കിയുള്ള മാവെല്ലാം ഞാൻ ഇതുപോലെയാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. ചക്കക്കുരു വെച്ചിട്ടുള്ള അടിപൊളി ചായക്കടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.